ഹായ്. ഇന്ന് ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് ഇന്നാണ് ഞാനും മോനും കൂടി അവന് നാളെ സ്കൂൾ തുറക്കുന്നതിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന. അപ്പം ഇത്രയും ദിവസം മഴയായിരുന്നു, പിന്നെ മടി, വീട്ടിന് പുറത്തിറങ്ങാൻ മടി. അപ്പോൾ ഇന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബാ, ഇവന് ഡ്രസ്സ് എടുക്കണം. അവൻ്റെ മുടി ഇങ്ങനെ ഉണ്ടെന്ന് നിറച്ച് വളർന്ന് കിടക്കുന്ന, അവൻ്റെ മുടി വെട്ടണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ അവന് കുറച്ച് ബുക്സൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ എല്ലാം കൂടെ ഇന്നങ്ങ് നടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോവാം, ബാ. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചു. 2 വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് മുഖ്യം. അങ്ങനെ നമ്മൾ പോവാണ്. എടാ സൈക്കിളൊന്ന് മാറ്റിക്കേ, അവൻ്റെ ശകടായിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ കടയിലോട്ട് പോയി ഇറങ്ങി കേട്ടോ. നേരെ ഞങ്ങൾ പോയത് മോനെ ഡ്രസ്സ് എടുക്കാനാണേ. അങ്ങനെ അവന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നേരെ പിന്നെ ഞങ്ങൾ മുടി വെട്ടാൻ പോയി കേട്ടോ. അതാ ഈ കാണുന്ന മുടി മൊത്തം വെട്ടിക്കളയണം കേട്ടോ. അവന് ഇഷ്ടമേ അല്ല മുടി വെട്ടുന്നത്, എങ്കിലും വെട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, നാളെ സ്കൂൾ തുറക്കുമല്ലേ. അതുകൊണ്ട് മുടി വെട്ടാനായിട്ട് ഞങ്ങൾ മുടിവെട്ട് കടയിലെത്തി കേട്ടോ. അങ്ങനെ അവൻ്റെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ ദാ ഈ കോലത്തിലായി കേട്ടോ. അവനൊട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ മുടി വെട്ടിയത്, എങ്കിലും വെട്ടാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ പിണക്കം മാറ്റാൻ ഒരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ഞാനും ഒരു ജ്യൂസ് കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. നമുക്ക് നല്ല കൊഴിയാള മീൻ കിട്ടി. പിന്നെ മുട്ടക്കോസ് മേടിച്ചേ. ഈ മുട്ടക്കോസ് ഞാൻ മേടിച്ചത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് കൊത്തി എറിഞ്ഞ് കൊടുക്കാനാണേ. പക്ഷേ നഷ്ടം. മുട്ടക്കോസ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടി റേറ്റ് കുറവാണെന്ന് തോന്നുന്നു കോഴിത്തീറ്റ. അപ്പോൾ കുറച്ചെന്തായാലും മേടിച്ചല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് കൊത്തി എറിഞ്ഞ് കൊടുക്കാം, നമുക്ക് തോരൻ വെക്കാം. പിന്നെ നാളെ സ്കൂൾ തുറക്കുകയല്ലേ, അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൊഴിയാള പോയി കറി വെക്കാം. കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ബൈ ബൈ.